അങ്ങനെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലാതെ വീണ്ടും പോരാളികൾ ഹൈക്കിനിറങ്ങിയിരിക്കുകയാണ്. ഇന്നലത്തെ ഗ്രോട്ടോ വിസിറ്റും കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും പുറപ്പെട്ടു ലയൺസ് ഹെഡ് ലുക്ക്ഔട്ട് ട്രെയിലിലേക്ക്. ഈ പോയിന്റിൽ നിന്നുമാണ് നമ്മളുടെ ഇന്നത്തെ തുടക്കം. ഗ്രോട്ടോ ഒരു ചെറിയ ഹൈക്ക് ആയിരുന്നു, പക്ഷേ ഇന്നത്തെ ലയൺസ് ഹെഡ് ഒരു മോഡറേറ്റ് ലെവൽ ഹൈക്കാണ് കേട്ടോ. ഏകദേശം 4-5 മണിക്കൂർ വരുന്ന ഹൈക്കിംഗ്. ജോർജിയൻ ബേയുടെ തീരത്തുള്ള ക്ലിഫ് ലുക്ക്ഔട്ട് പോയിന്റ് ആണിത്. ഇത്തവണയും പാർക്കിംഗ് സ്ലോട്ട്സ് ഒക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. നായഗ്രയിൽ നിന്നും ടോബർമോറി വരെ വിശാലമായി പരന്നു കിടക്കുന്ന ബ്രൂസ് ട്രെയിലിന്റെ ഭാഗമാണ് ലയൺസ് ഹെഡ് ട്രെയിലും. ഇതൊരു ലൂപ്പായി കൺസിഡർ ചെയ്യുവാണെങ്കിൽ 18 കിലോമീറ്റർ ദൂരവും, പക്ഷേ ലുക്ക്ഔട്ട് പോയിന്റിൽ മാത്രം പോയി തിരിച്ചു വരികയാണെങ്കിൽ ഏകദേശം 6-7 കിലോമീറ്റർ ആണ് ട്രെയിൽ ലെങ്ത്. പോകുന്ന വഴിയിൽ 10,000-ലേറെ വർഷം പഴക്കമുള്ള പോത്തോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ചെന്ന് നോക്കിയപ്പോ ഇതായിരിക്കുന്നു ഒരു ഓട്ട. ഓരോ വ്യൂ പോയിന്റ് എത്തുമ്പോഴും വീഡിയോയും ഫോട്ടോയും എടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ശീലമാണ്. ആ വളഞ്ഞിരിക്കുന്ന ക്ലിഫിന്റെ വീഡിയോ എടുക്കാനുള്ള നിക്കലിന്റെ സജഷനാണ് ഈ കാണുന്നത്. ഇപ്പോഴും നമ്മൾ മെയിൻ വ്യൂ പോയിന്റിൽ എത്തിയില്ല, സോ വീണ്ടും നടത്തം തുടർന്നു. ദൈവമേ, ഈ ഫോറസ്റ്റ് മുഴുവനും കാടാണല്ലോ. ജോർജിയൻ ബേയുടെ മുകളിൽ പരന്നു കിടക്കുന്ന ലൈംസ്റ്റോൺ ക്ലിഫ്സ് ആണ് ലയൺസ് ഹെഡ്. വെള്ളത്തിൽ നിന്ന് നോക്കുമ്പോൾ സിംഹത്തിന്റെ തല പോലെ തോന്നിക്കുന്നത് കൊണ്ടാണ് ഇതിന് ലയൺസ് ഹെഡ് എന്ന പേര്. Seagulls laugh, their wings untamed. The horizon burns, the clouds unframed. I carry the stillness, the oceans claim. വളരെ ഭംഗിയുള്ള ഒരു ട്രെയിലാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിൽ. ഓരോ മരത്തിന് മുകളിൽ വൈറ്റ് മാർക്കിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് മാർക്കിങ്സ് ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം മാർക്ക്ഡ് ട്രെയിൽ അല്ലാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പം വൈൽഡ് ആനിമൽസിൻ്റെ ടെറിട്ടറിയിൽ നമ്മൾ കയറും. അപ്പോൾ നമ്മൾ മാർക്ക്ഡ് ട്രെയിൽസിൽ തന്നെ പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ലുക്ക്ഔട്ട് പോയിന്റിലേക്കാണ് പോയത്. അതിന് മുന്നേ മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് നമ്മൾ കണ്ടു. പക്ഷേ ഐ തിങ്ക് ലുക്ക്ഔട്ട് പോയിന്റ് ഇസ് ഗോണ ബി വെരി ബ്യൂട്ടിഫുൾ. സോ ലെറ്റ്സ് ഗോ. ഭയങ്കര കാറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ എൻ്റെ കണ്ണൊക്കെ കാറ്റടിച്ചിട്ട് വെള്ളം വരുന്നുണ്ട്. മൂക്കും ഇങ്ങനെ റണ്ണിങ് നോസ് പോലെ ആവുന്നുണ്ട് തണുപ്പും കാറ്റും കാരണം. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ചുറ്റും നോക്കുകയാണെങ്കിൽ പണ്ട് നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ കോണിഫറസ് ഫോറസ്റ്റ് ആണ് ചുറ്റും കാണുന്നത്. നമ്മൾ ലുക്ക്ഔട്ടിലേക്ക് പോവാണ്, അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ, സോ ദാറ്റ് വി ക്യാൻ സ്പെൻഡ് മോർ ടൈം അറ്റ് ലുക്ക്ഔട്ട്. The horizon burns, the clouds unframed. I carry the stillness, the oceans claim. On the ocean trails I find my calm, where the wind sings soft like a healing song. No rush, no race, just time to breathe. On the ocean trails I'm free to be me. അങ്ങനെ ലുക്ക്ഔട്ട് വ്യൂ പോയിന്റും കഴിഞ്ഞ് ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ അതോ വന്ന വഴി തിരിച്ചു പോണോ ആകെ കൺഫ്യൂഷൻ അടിച്ചിരുന്നപ്പോഴാണ് ഒരു സായിപ്പ് മദാമി ഫർദർ മുന്നോട്ട് നടന്നു പോകുന്നത് കണ്ടത്. വന്ന വഴി തന്നെ തിരിച്ചു പോയാൽ അതിലെന്താ ഒരു ത്രില്ല് അല്ലേ? അപ്പൊ പിന്നെ നമ്മളും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ നടന്ന് ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചു. എന്ത് ചെയ്യാനാ, കൗതുകം ലേശം കൂടുതലാണേ. കുറച്ചങ്ങോട്ട് നടന്നു തുടങ്ങിയപ്പോ മനസ്സിലായി ഇത് കൂട്ടിയാ കൂടൂല മാഷേ, നല്ല ദൂരമുണ്ട്. ഓപ്പോസിറ്റ് വരുന്ന കുറച്ച് ആൾക്കാരോട് ചോദിച്ചു, ചേച്ചി ഈ വഴിയെ പാർക്കിങ്ങിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന്. അപ്പൊ പറയാ ഓൺലി 12 കിലോമീറ്റേഴ്സ്. ഇത് കേട്ടപ്പോ ആകെ തളർന്നു പോയി. പക്ഷെ മുന്നോട്ട് വെച്ച കാല് നമ്മൾ പിന്നോട്ട് വെക്കാറില്ലല്ലോ. തിരിച്ചു പോണോ എന്ന ചോദ്യചിഹ്നം ഉന്നയിച്ചുകൊണ്ട് നിഖിൽ മുന്നോട്ട് 100-110 സ്പീഡിൽ നടക്കുവാണ്. തിരിച്ചു പോണം എന്നുള്ള എന്റെ രോദനം ആര് കേൾക്കാൻ? അങ്ങനെ ലയൺസ് ഹെഡ് ട്രെയിലും കഴിഞ്ഞ് ലഞ്ചും കഴിച്ച് കുശാലായി ടോബർമോറി ഏരിയ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയി. അടുത്ത ദിവസം ഇവിടെ നിന്ന് മാനിറ്റുലൻ ഐലൻഡ്സിലേക്ക് നമ്മൾ ഫെറിയിൽ പോകും. ആ ഫെറിയിൽ നമ്മൾക്ക് കാറും ബൈക്കും ഒക്കെ കൊണ്ടുപോകാം. പിന്നെ ഇതാണ് ടോബർമോറിയിലെ വെരി ഫേമസ് ബിഗ് ടപ്പ് ലൈറ്റ് ഹൗസ്. 1885 നിർമ്മിച്ച ഈ ലൈറ്റ് ഹൗസിന്റെ മുന്നിൽ നിന്നും ഫോട്ടോ എടുക്കാനും ഇവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനും കുറെ ആളുകളും ഉണ്ട്. Seagulls laugh, their wings untamed. The horizon burns. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ടു ആൻഡ് കീപ് വാച്ചിങ് പോഡേഴ്സ് ആൻഡ് ബിരിയാണി.